നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോൾ ഉറങ്ങിയില്ലേ? എന്തായാലും അർച്ചനയുടെ കാര്യത്തിൽ ആശ്വാസമായി. കുഞ്ഞിനെ തിരിച്ചു കിട്ടിയതോടുകൂടി സച്ചേട്ടനും ഏട്ടത്തി ഹാപ്പിയായി. ഇവക്കൊരു കൂട്ട് കിട്ടിയല്ലോ, ഇല്ലെങ്കിൽ ഇവൾ ഒറ്റയ്ക്കായി പോയേനെ. അതെങ്ങനെ ഒറ്റയ്ക്കാകുന്നേ? അതിന് നമ്മളെ സമ്മതിക്കില്ലല്ലോ. നമ്മളെന്ത് ചെയ്യാനാ? സന്ദീപേ, ചേച്ചി പ്രസവിച്ചതല്ലെങ്കിലും അവളും ഇവളുടെ കൂടപ്പിറപ്പല്ലേ. ആ കുട്ടിയെ തിരിച്ചു കിട്ടിയില്ലായിരുന്നെങ്കിലും നമ്മൾ ഇതിന് പരിഹാരം കണ്ടേനെ. അതെങ്ങനെ? അത് പിന്നെ നമ്മൾ അടുത്ത കുട്ടിക്ക് വേണ്ടിയുള്ള പ്ലാനിങ് തുടങ്ങില്ലായിരുന്നോ? ഇവളെ ഒറ്റയ്ക്കാക്കാൻ പറ്റില്ലല്ലോ. ഈയടാ, മോന്റെ മനസ്സിലിരിപ്പ് കൊള്ളാലോ. പിന്നെ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അയ്യോ, അതെന്താ പറ്റാത്ത? നമുക്കൊരു കുഞ്ഞൂടെ വേണ്ടേ? വേണം, പക്ഷേ ഉടനെ ഒന്നും നമുക്കതിനെ പറ്റി ചിന്തിക്കണ്ട. എടോ, കുഞ്ഞുങ്ങള് തമ്മില് വലിയ പ്രായ വ്യത്യാസം ഇല്ലാതെ ജനിക്കുന്നത് നല്ലത്. ആര് പറഞ്ഞു? കുഞ്ഞുങ്ങള് പരസ്പരം കൂട്ടുകാരായിട്ട് വളരണം. സഹോദരങ്ങളുടെ കൂട്ട് തന്നെ ആവണം അവർക്ക് ഏറ്റവും ചെറുപ്പത്തിലേക്ക് കിട്ടേണ്ടത്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോ ഏറ്റവും നല്ല സുഹൃത്തുക്കളായിരിക്കും. അതുകൊണ്ടാ അടുത്ത കുഞ്ഞിന്റെ കാര്യം ഞാൻ ഇപ്പൊ തന്നെ വേണമെന്ന് പറഞ്ഞത്. നമുക്കേ മിനിമം ഒരു 5 കുട്ടികളെങ്കിലും വേണം. 5 കുട്ടികളോ? ആ, അത്രയൊന്നും എന്നെ കൊണ്ട് പറ്റുമൊന്നുമില്ല. എന്തായാലും ഒന്നിനെ പ്രസവിച്ചല്ലോ, ബാക്കി നമുക്ക് സർജറി ചെയ്യാം. ഞാൻ ഒരു കുഞ്ഞിനെ സർജറി ചെയ്തെടുക്കുന്നതിന്റെ വേദന എന്താണെന്ന് നിനക്കറിയോ? അത് അനുഭവിച്ച ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവെങ്കിലും നിനക്കുണ്ടോ? അഞ്ചെണ്ണം വേണം പോലും. അല്ലെങ്കിലേ ചില പെണ്ണുങ്ങൾക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാ. എന്നാ ചിലർക്കാണെങ്കിലേ ഒരു ബുദ്ധിമുട്ടും ഇല്ല, വർഷാവർഷം അവര് പ്രസവിക്കും. മിനിമേ ഒരു കുടുംബത്തിൽ 10 കുട്ടികളെങ്കിലും കാണും. ഇതിപ്പം 10 എണ്ണം വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ലല്ലോ, ഒരു 5 എണ്ണെങ്കിലും. നിനക്ക് എന്നെ കൊല്ലാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ സന്ദീപേ? അയ്യേ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യൂ? താനിങ്ങ് വന്നേ. എന്ന് പോയ സന്ദീപേ. അപ്പോഴേക്ക് നീ ഇതൊക്കെ സീരിയസ് ആക്കിയോ? ഞാൻ ചുമ്മാ നിന്റെ ദേഷ്യം കാണാൻ വേണ്ടി ഓരോന്ന് വെറുതെ ഇങ്ങനെ പറയുന്നില്ലടോ. നീ വിട്ട. നീ നോക്ക്, ദേഷ്യം വരുമ്പോ എന്റെ പെണ്ണിന്റെ മുഖം കാണാൻ എന്ത് ചന്ത. താവാ, ഞാൻ നിന്നെ കുറുമ്പ് പിടിപ്പിക്കാൻ ഓരോന്ന് പറയുന്നില്ലടോ, കേട്ടോ? പക്ഷേ ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഒരു 5 പിള്ളേരെങ്കിലും. നിന്റെ ഇത് ഞാൻ ശരിയാക്കും ഞാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.